അപ്പോൾ ഇന്ന് മീൻ വറുക്കാനുള്ളൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, കുരുമുളക്, ലേശം പെരിഞ്ചീരകം കൂടരുത് കേട്ടോ, അപ്പോൾ ഇറച്ചിയുടെയൊക്കെ ചുവ വരും. അതുകൊണ്ട് ആ ടേസ്റ്റ് വരാതെ കണ്ട് മീൻ വറുത്തതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണിത് കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ നോക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ അതിൽ കൂടുതൽ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇതൊരു സ്പൂൺ കോരിയിട്ട് ഇതിലോട്ടിട്ട് ഒരു 1.5 സ്പൂണ് മീൻ കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഇത് ആവശ്യത്തിനുള്ള മുളക് പൊടിയിട്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ലേശം ഉപ്പ് കൂടെ വേണം, കാരണം നമ്മൾ മറ്റേ മസാലയ്ക്കുള്ളതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടെ ഉപ്പിട്ട്, മീൻ കൂടുതലുള്ള കൊണ്ടാണ് കേട്ടോ, ഉപ്പിട്ട് ഇതിനെ അങ്ങോട്ട് പുരട്ടി വയ്ക്കുക. ഇത് എൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട്, അവന് മീൻ വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോയി മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്, അവനെയും കൂട്ടി പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് പുരട്ടി. അപ്പോൾ ഞാനോർത്ത മസാല നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരല്ല എന്ന്. എൻ്റെ മീൻ വറുത്തതിൻ്റെ മസാല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോ 20 മിനിറ്റെങ്കിലും വയ്ക്കുക, പിടിക്കണമല്ലോ, പിടിക്കാൻ വെക്കുക. എന്നിട്ട് എടുത്ത് നമ്മൾ വറുക്കുക. അപ്പോൾ അതെ എൻ്റെ പേരക്കുട്ടി ഇവിടെ നിൽക്കുകയാണ്, മീൻ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് വന്ന് എൻ്റെ കൊണ്ട് അവനും കൂടെ വന്നാണ് മേടിച്ചത്. അപ്പോൾ വറുക്കുകയാണ്. അവൻ ഭയങ്കര നാണക്കാരനാണ്, ഭയങ്കര അവൻ്റെ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഹായൊക്കെ പറഞ്ഞു തരാം. പക്ഷേ ഇവൻ അങ്ങനെ പറയാനുള്ള നാണക്കാരനായി, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുക. ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഞാൻ വറുക്കുമ്പോൾ കാണിക്കാം. ഓക്കെ. നാരങ്ങ നീരിടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞിരിയാണ്. കുരു വീഴാത്ത രീതിയിലാണ് വേണം. കുരു വീണിട്ടുണ്ട്, ഞാനതെടുത്ത് കളയും. കുരു വീണിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ഒരു അരമുറി ഇട്ടിട്ടുണ്ട്. ഏത് ഫ്രൈക്കും നാരങ്ങ നീരിടുന്നത് നല്ലതാണ്. ചിക്കനാണേലും ബീഫാണേലും ഏതിനും ഇടുന്നത് നല്ലതാണ്. പരിയൊക്കെ മാറ്റിയാണ്, നമ്മുടെ കുരു മാറ്റിയാണ്. എന്നിട്ട് ഞാൻ പുരട്ടി വെക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ മീൻ വറുക്കാൻ പോവുകയാണ്. മീൻ വറുക്കാനായിട്ട് പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഓയിലൊക്കെ ഇടും, ഓയിലൊക്കെ ഇട്ടാലൊന്നും അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. വെളിച്ചെണ്ണയിൽ തന്നെ വറുക്കാൻ വില കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്കെങ്കിലും നമുക്ക് വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് ടേസ്റ്റ്. ഞാൻ എത്ര വില കൂടിയാലും മീൻ വറുക്കാനും എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് ഭക്ഷണമേ കഴിക്കണുള്ളെങ്കിൽ അത് ടേസ്റ്റോടെ കഴിക്കണമല്ലോ, അതാണ്. അപ്പോൾ ഇത്രേ വറുക്കുന്നുള്ളൂ, ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് ഇത്രേ വറുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മസാല ഇങ്ങനത്തെ ഒരു ടിന്നിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. നമ്മുടെ മീൻ വറുത്ത റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ മണം മതി ചോറ് കഴിക്കാനായിട്ട്, അല്ലാതെ ഇത് മീൻ കൂട്ടണമെന്നില്ല, അത്ര മണമാണ് ഇതിൻ്റെ മസാലയുടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ അമർത്തുക, ഓളടിക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എൻ്റെ ഉണ്ടാവും, കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഗോഡ് ബ്ലസ് യു. കൂട്ടി കൊച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിന് വേണ്ടിയിട്ടാണ് ഇന്ന് മീൻ വറുത്തത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട് മോനെ മീൻ വറുത്തത്?